എന്താ പടച്ച തമ്പുരാന്റെ ഖുർആൻ പറയുന്നതെന്നറിയുമോ? മാതാപിതാക്കളോടുള്ള കളി തീക്കളിയാ പൊന്നുമോനെ, വിലസി നടക്കല്ല പൊന്നുമോനെ. പൊന്നുമോളെ അവരവര് വാക്കുകൊണ്ട് വന്ദിച്ചാൽ പടച്ചവൻ വെറുതെ വിടൂല്ല. ഒരു തീരുമാനം കൊണ്ട് ആ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ റബ്ബ് വെറുതെ വിടൂല്ല. അതുകൊണ്ട് അവരുടെ തൃപ്തിയാ പടച്ചവന്റെ തൃപ്തി. അതുകൊണ്ട് തന്നെയല്ലയോ ഹബീബായ പ്രവാചകം പറഞ്ഞത്, സ്വർഗമന്വേഷിച്ച് ലോകം മുഴുവനും ഓടി നടക്കുന്ന പൊന്നുമോനെ, വയോവൃദ്ധരായ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്റെ വീട്ടിലുണ്ട്. അവർക്ക് ഖിദ്മത്ത് ചെയ്ത് സ്വർഗത്തിന്റെ സീറ്റ് ഉറപ്പിച്ചു. ആരാ പറഞ്ഞത്? പ്രപഞ്ചത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ളൊരു വാക്കുപോലും പറയാൻ അത് ലോകത്തിൽ നാവ് ഉയർത്തിയിട്ടില്ലാത്ത അഹദായ തമ്പുരാന്റെ അഹ്മദായ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്. അവന്റെ മാതാക്കളുടെ കാൽച്ചുവട്ടലിലാ സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഗൗരവത്തോടൊന്ന് കേൾക്കണേ, പടച്ച തമ്പുരാന്റെ ഖുർആൻ പറയുകയാ, വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ. അല്ലാഹുവിനെ അല്ലാതെ ഒരു വസ്തുവിനെയും ഒരു സൃഷ്ടിയെയും ആരാധിച്ചു പോകരുതേ. ബഹുദൈവ ആരാധകരിൽ നിങ്ങൾ പെട്ടുപോകല്ലേ. ഹബീബായ പ്രവാചകനോട് പറയുകയാ, പറഞ്ഞു കൊടുക്ക് നബിയെ, വഖളാ, അങ്ങയുടെ റബ്ബിദാ തീരുമാനിച്ചിരിക്കുകയാ. അത് പാസ്റ്റ് ടെൻസാ, മാദിയായ ഫിഅലാ, കഴിഞ്ഞുപോയ കാലമാ, അതേ ഭൂതകാല ക്രിയയാ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചത് വഖളാ എന്നുള്ള പദമാ. പടച്ചവൻ വിധിച്ചിരിക്കുന്നു. ഇനി ആ വിധിയെ തട്ടിമാറ്റാൻ, അതിലൊരു സംശയം കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. പടച്ചവന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിച്ചു പോകല്ലേ. ഏറ്റവും വലിയ കൊടുമ്പാപത്തെ പരിചയപ്പെടുത്തിയിട്ട് തൊട്ടടുത്ത പോയിന്റ് ഏതാ പറയുന്നത്? വബിൽ വാലിദൈനി ഇഹ്സാനാ, വബിൽ വാലിദൈനി ഇഹ്സാനാ, വബിൽ വാലിദൈനി ഇഹ്സാനാ, ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മാതാപിതാക്കളോട് നിങ്ങൾ ഗുണം ചെയ്യണേ മക്കളെ. നിങ്ങൾ SSLCക്ക് ഏറ്റവും കൂടുതൽ A+ വാങ്ങിയ മക്കളായിരിക്കും. നിങ്ങൾ +1നും +2നും നല്ല ക്വാളിറ്റിയോടെ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ട് കടന്നു പോകാൻ സമ്പൂർണമായ മാർക്കോടെ നിങ്ങൾ യോഗ്യത നേടിയവരായിരിക്കും. നിങ്ങൾ ഡിഗ്രി പാസ്സായ ആളുകളായിരിക്കും. നിങ്ങൾക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദവും ബിരുദങ്ങളുടെ അക്ഷരമാല കൂട്ടങ്ങളെ സ്വന്തം പേരിനോടൊത്ത് നിങ്ങൾ മേമ്പടി ചേർത്തെഴുതി വെക്കാൻ യോഗ്യതയുള്ള ആളായിരിക്കും. നിങ്ങളുടെ പിന്നിൽ ഒരുപാട് അനുയായികൾ ഉണ്ടാകും. നിങ്ങളെ ബഹുമാനിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. നിങ്ങളൊന്ന് കൈ ചൂണ്ടിയാൽ ആ ചൂണ്ടിയ ഭാഗത്തേക്ക് പോകാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് അംഗീകാരത്തിന്റെ പൂച്ചണ്ടുകൾ ഭൗതികമായ ലോകത്ത് സമ്മാനിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. എവിടെ ആരൊക്കെ എങ്ങനെ ഉയർന്നു പോയാലും അവന്റെ ഉമ്മയുടെ വിലാപത്തെ അറിയണേ, അവന്റെ ഉമ്മയുടെ മനസ്സിനെ അറിയണേ. അവന്റെ പ്രിയപ്പെട്ട പിതാവിനെ വഞ്ചിച്ചു പോകല്ലേ, അവർക്ക് ഗുണം ചെയ്യാതെ മുന്നോട്ട് പോകല്ലേ. ലോകത്ത് മുഴുവനും അവൻ പരിപാലിച്ചാലും പ്രിയപ്പെട്ട മാതാപിതാക്കളെ പരിഗണിക്കാതെ പോയാൽ ആ പരിപാലനം കൊണ്ട് പടച്ചവന്റെ അടുക്കൽ ഒരു പ്രതിഫലവുമില്ല. ഖുർആൻ وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما. എത്ര സുന്ദരമായിട്ടാ പടച്ചവന്റെ ഖുർആൻ വർണ്ണിച്ചു തരുന്നത്. മാതാപിതാക്കൾ രണ്ടുപേരുമോ അവരിൽ ഒരാളോ? ചിന്തിക്ക് ചെറുപ്പക്കാരാ, വലസി നടക്കല്ല മക്കളെ. നിന്റെ സ്വർഗം നഷ്ടപ്പെടുത്തല്ല പൊന്നുമോനെ. മാതാപിതാക്കൾ രണ്ടുപേരുമോ അവരിൽ ഒരാളോ? വാർദ്ധക്യ അവസ്ഥയിൽ നിന്റെ അടുക്കലെത്തിയാൽ, നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ തല നിരച്ചു പോയാൽ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ
ഉമ്മാന്റെ ശരീരത്തിന്റെ ആഫിയത്ത് നഷ്ടപ്പെട്ടു പോയാൽ, അവർ വാർദ്ധക്യ സഹജമായ രോഗങ്ങളിലേക്ക് കടന്നു വന്നു പോയാൽ, പലതും നമുക്ക് പറയാൻ തോന്നുന്ന സമയമാ, പലരുടെയും ക്ഷമ വിട്ടുപോകുന്ന സമയമാ, പലരും പലതും മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്ന സമയമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് പല നിലക്കുള്ള ഓർമ്മക്കുറവുകൾ ഉണ്ടാകുന്ന സമയമാ. പ്രായം ചൊല്ലുമ്പോൾ പ്രായമേറെയാണെങ്കിലും ചെറിയ പ്രായത്തിന്റെ പ്രവർത്തനം നടത്തുന്ന ചെറിയ പ്രകൃതത്തിലേക്ക് പോകുന്ന ഒരു സമയമാ. ആ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും നിന്നോട് അതേ അവിടെ കിടക്കയിൽ കിടക്കുന്ന, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, പ്രയാസമാ വാർദ്ധക്യത്തിന്റെ അവശതകൾ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഘട്ടം നിന്നെ കാണാൻ പലരും വരുമ്പോൾ, നിന്റെ വീട്ടുമുറ്റത്ത് പല കാലൊച്ചകൾ കേൾക്കുമ്പോൾ, നിന്നോട് സംസാരിക്കാൻ പലരും വരുമ്പോൾ, നിന്റെ അകത്ത് കിടക്കുന്ന ഉപ്പ ചോദിക്കയാ, അകത്ത് കിടക്കുന്ന ഉമ്മ ചോദിക്കയാ, ആരാ പൊന്നുമോനെ ശബ്ദം കേൾക്കുന്നത്, ആരുടെയാ? നീ പറയുന്നത് എളാപ്പ വന്നതാ ഉമ്മ. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ മറുപടി ഉമ്മ മറന്നുപോയി, പ്രായം ചെന്നുപോയി പൊന്നുമോനെ. രണ്ടാമത് നിന്നോട് കുറച്ച് സമയം കഴിയുമ്പോൾ ചോദിക്കയാ, ആരാ മോനെ സിറ്റ് ഔട്ടിൽ ശബ്ദം കേൾക്കുന്നത്? ഉമ്മ ഞാൻ പറഞ്ഞില്ലേ അതാളെ എളാപ്പയാ. കണ്ടോ, രണ്ടാമത്തെ മറുപടിയുടെ ശൈലി അങ്ങ് മാറിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് കേട്ട മറുപടി കേട്ട ഉമ്മ അതും മറന്നുപോയി. മൂന്നാമത് ചോദിക്കുന്നു, പൊന്നുമോനെ നീ ഒന്ന് പറഞ്ഞു താ, എന്താണ് അവിടെ ശബ്ദം കേൾക്കുന്നത്? ഉമ്മ നിങ്ങൾക്ക് വെറുതെ കിടന്നാൽ പോരെ, ഉമ്മ നിങ്ങൾക്ക് വെറുതെ കിടന്നാൽ പോരെ എന്ന് പറഞ്ഞ് ഉമ്മായ വേദനിപ്പിക്കുന്ന പൊന്നുമോനെ, ഞാനൊരൊറ്റ വാക്ക് ഞാൻ പറയട്ടെയോ? അവരുടെ മടിത്തട്ടിൽ നീ കളിച്ചിരിയോടെ കിടക്കുമ്പോൾ, അവരുടെ മുമ്പിൽ നീ ഓടിച്ചാടി നടക്കുമ്പോൾ, ഓരോ വാഹനത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉമ്മാനോട് നീ 1000 വട്ടം ചോദിച്ചില്ലേ മോനെ ആ വാഹനത്തിന്റെ പേരെന്താ? 1000 വട്ടം ഉമ്മ പറഞ്ഞു തന്നാലും 1001ാമത്തെ വട്ടം നീ ചോദിച്ചാലും ഉമ്മയ്ക്കൊരു വിഷയവും ഇല്ല. പിന്നെയും സന്തോഷത്തോടെ നിനക്ക് മറുപടി തരുന്ന ഉമ്മ, എത്ര തവണ എന്തെല്ലാം പറന്ന് നിന്നെ പിച്ച വെച്ച് പഠിപ്പിച്ച നിന്റെ ഉമ്മ, ആ ഉമ്മ പ്രായം ചൊല്ലുമ്പോൾ ആ ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കാതെ വിലസി നടക്കുന്ന പൊന്നുമോനെ, അള്ളാഹുവിന്റെ ഖുർആൻ തുറന്നു പറയുന്നു, അങ്ങനെ ഒരു അവസരം എത്തുമ്പോൾ, പലതും നിനക്ക് പറയാൻ തോന്നുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ, ഫലാ തഖുൽ ലഹുമാ ഉഫ്, ഫലാ തഖുൽ ലഹുമാ ഉഫ്, ഛേ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം പോലും നീ നടത്തല്ല പൊന്നുമോനെ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, അള്ളാന്റെ ഖുർആൻ പറയുകയാ, അള്ളാന്റെ ഖുർആൻ പറയുകയാ, ഛേ എന്ന് നമ്മൾ സാധാരണ ഒരു അനിഷ്ട പ്രതികരണം നടത്താറുണ്ട്. അങ്ങനെയുള്ള ഒരു ഛേ എന്ന് പറയുന്ന ഒരു പ്രതികരണം നടത്തിപ്പോകരുത്. അത് നിന്റെ സ്വർഗ കവാടങ്ങളാ, അത് നിന്റെ രക്ഷാ കവാടങ്ങളാ. ഖുർആൻ പറയുമ്പോൾ തുടർന്ന് അല്ലാഹു പറയുകയാ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹറുഹുമാ, അവരെ നീ കയർത്ത് സംസാരിക്കല്ലേ, അവരോട് നീ എതിർത്ത് സംസാരിക്കല്ലേ, അവരോട് നീ ഓവർടേക്ക് ചെയ്ത് സംസാരിക്കല്ലേ. കണ്ടോ, അല്ലാഹുവിന്റെ ഖുർആൻ നിസ്കാരത്തെ കുറിച്ച് വിശദീകരണം നടത്താത്ത ഖുർആൻ ഉമ്മയോടും ഉപ്പയോടുമുള്ള കടമയും കടപ്പാടും പറയുന്ന ആ സന്ദർഭം എങ്ങനെയാ അല്ലാഹുവിന്റെ ഖുർആൻ അടയാളപ്പെടുത്തിയതെന്ന് ഈ ആധുനിക നൂറ്റാണ്ടിലെ മാതാപിതാക്കളുടെ മുമ്പിൽ വലസി നടക്കുന്ന പുതിയ നൂറ്റാണ്ടിന്റെ മക്കളെ ഒന്ന് മനസ്സ് തുറന്ന് കേൾക്കാൻ ഞാൻ പറയുകയാ. എത്ര അത്യുന്നതമായ സോപാനത്തിന് നീ എത്തിയാലും ഒന്നാലോചിക്കണേ, വലാ തൻഹറുഹുമാ, അവരോട് നീ എതിർത്ത് സംസാരിക്കല്ലേ. പിന്നെ എങ്ങനെ വേണം അവരോട് പറയാൻ? വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വാക്കുകൾ കൊണ്ട് നീ അവരെ അഭിമുഖീകരിക്കണേ, മാന്യമായ സംസാരം അവരോട് നടത്തണേ. സ്വർഗം ആഗ്രഹിക്കുന്ന സുഹൃത്തെ ഒന്നാലോചിക്കണേ, പടച്ചവന്റെ ഖുർആൻ പറയുകയാ, വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. എന്നിട്ടോ അല്ലാഹുവിന്റെ ഖുർആൻ അവിടെയും നിർത്തുന്നില്ല. വഖ്ഫിദ് ലഹുമാ ജനാഹ الذل من الرحمة
വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ. കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നീ താഴ്ത്തി കൊടുക്കണേ. എത്ര വലിയ പദപ്രയോഗമാ പടച്ചവന്റെ കലാം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. കാരുണ്യത്തിന്റെ ചിറകിലൂടെ നിന്റെ കരുണ വലയത്തിലൂടെ നിന്റെ ഉമ്മയെയും ഉപ്പയെയും നീ കൊണ്ടുപോണേ പൊന്നുമോനെ. എന്നിട്ടും അല്ലാഹുവിന്റെ ഖുർആൻ നിർത്തുന്നില്ല. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ. മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ദ്വാരക്കളെ എന്ന് പറഞ്ഞ് വഴിവാവുകയല്ല, എങ്ങനെ ദ്വാരക്കണമെന്നുള്ള പദപ്രയോഗത്തെ പരിചയപ്പെടുത്തിയ പരിശുദ്ധ ഖുർആൻ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി صغيرا رب ارحمهما كما ربياني صغيرا. ചെറുപ്രായത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ, ഞങ്ങളെ തർബിയത്ത് ചെയ്തതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാനെ ഉപ്പാനോട് നീ കരുണ വലയങ്ങള്, നിന്റെ കരുണ കടാക്ഷങ്ങൾ ചൊരിക്കണേ റബ്ബേ എന്ന് നിങ്ങൾ പ്രിയപ്പെട്ട ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി ദ്വാരക്കണമെന്ന് ഖുർആൻ